ഹായ്, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് മീ പാറു ആണ്. ഇന്ന് നമുക്കൊരു ചക്കമുറുക്ക് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ കുരു കളഞ്ഞിട്ടുള്ള ചക്കച്ചുളകൾ മിക്സിൻ്റെ ജാറിലിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല മഷി പോലെ അരഞ്ഞു കിട്ടണം, ഒട്ടും വെള്ളം ചേർക്കരുത്. എന്നിട്ടത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കാം. ഞാനിവിടെ 2 വലിയ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും, മാത്രമല്ല കയ്യിൽ ഒട്ടിപ്പിടിക്കുകയില്ല. ഇനിയിപ്പോൾ ആ ഓയിൽ പോരാന്നുണ്ടെങ്കിൽ, കയ്യിൽ എന്നിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഓയിലും കൂടി ഒഴിച്ചിട്ട്, ഓയിലല്ല വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ മാവ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായിട്ട് വേണം ഈ മിക്സ് നമ്മൾ സേവനാഴിയിലിട്ടിട്ട് മുറുക്കിൻ്റെ അച്ചിൽ എടുത്തിടാൻ. സേവനാഴിയിലേക്ക് ഇതിട്ടു. എനിക്ക് ഈ പരിപാടി കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. എനിക്ക് ഈ ഇടിയപ്പത്തിൻ്റെ സംഭവം കൊണ്ട് ചെയ്യാൻ അറിയില്ല. സോ അമ്മയാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇത് പതിയെ ഇട്ട് കൊടുക്കുക. ആക്ച്വലി ഇത് ചെറിയ മുറുക്കിൻ്റെ ആ ഒരു ഇതിൽ വട്ടം വട്ടമൊക്കെ ആയിട്ടാണ് ചെയ്യേണ്ടത്. ഞങ്ങളിതൊരു പരീക്ഷണം ആയതുകൊണ്ട് മൊത്തം ആ ഒരു ഇതിലിട്ടു. മൊത്തമല്ല, ഫസ്റ്റ് ട്രിപ്പ് ഫുള്ള് അങ്ങനെ ഇട്ടു. അതുകൊണ്ട് ഉള്ളൊന്നും ചെറുതായിട്ട് വെന്തില്ല. സോ നെക്സ്റ്റ് ട്രിപ്പ് ഞങ്ങളിങ്ങനെ മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ നമ്മുടെ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, ചെയ്തിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ അത്രയേ ഉള്ളൂ.